ഹായ് ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുത്തനൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മുടെ പരിപാടി, ഇന്ന് നമ്മൾ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒക്കെ അടുത്തായിട്ട് വന്ന് നിൽക്കുവാണ്. അവിടെയൊക്കെ വെള്ളമൊക്കെയാണ്. അപ്പോൾ ഇന്ന് എന്താണ് ഇവിടെ പരിപാടി എന്ന് വെച്ചാൽ, ഇന്ന് നമ്മുടെ ഒരു ചെറിയൊരു ട്രാവലർ ഇവിടെ കണ്ട് കിടപ്പുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ അതിന് വന്നതാണ്. ഒരു തുരുമ്പെടുത്ത് കുറേ വർഷങ്ങളായി കിടക്കുവാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെയുള്ള പെട്രോൾ പമ്പിലോട്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ ആയിട്ടുണ്ടെന്നാണ്. ഈ ഒരു കുഴിയുടെ അവിടെ ആയിട്ട് നല്ല സീനായിട്ട് കിടക്കുവാണ് വണ്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടില്ല. എന്തായാലും നമ്മളൊന്ന് തപ്പുവാണ് ഇവിടെ പുള്ളി എന്ത് ചെയ്യുന്നൊക്കെ. സ്ക്രാപ്പായോ എന്നും അറിയത്തില്ല. സ്ക്രാപ്പായെങ്കിൽ പിന്നെ നമുക്ക് ഈ ലോറിയിൽ നമ്മുടെ SK ക്രെയിനിൽ കെട്ടി വലിച്ച് വിടണം. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ കയ്യിലുള്ള വണ്ടിയാണ്. അതേ വിളിച്ചിട്ട് വേണം ഇവിടെ കെട്ടി വലിച്ചുകൊണ്ട് പോകേണ്ടി വരും. സ്ക്രാപ്പായിട്ടില്ലെങ്കിൽ നമുക്ക് ഓടിച്ചുകൊണ്ടങ്ങ് പോയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ബാറ്ററിയൊക്കെ രണ്ടെണ്ണം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതിന് വെക്കാൻ വേണ്ടി. പിന്നെ ഡീസലും ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ അത് തപ്പുവാണ് എവിടെയാണെന്ന്. ആ വണ്ടി ഇവിടെ കാണുന്നില്ല. എന്തോ ഒരു ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷം ഇവിടെ കൊണ്ടിട്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ കാണാനില്ലല്ലോ. നമുക്ക് നമ്മുടെ സൂമൊക്കെ ചെയ്ത് നോക്കാം നമ്മുടെ ഫോൺ എടുത്ത്. ഓക്കെ, എന്തായാലും നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് ഒരു വണ്ടിയും കൂടെ ആവും, ട്രാവലർ കൂടെ. ഓക്കെ, എന്തായാലും വണ്ടി സ്റ്റാർട്ട് ആവുകയാണെങ്കിൽ തന്നെ ഇവിടെ നിന്ന് കയറ്റാനായിട്ട് ഇത്തിരി പാടാണ്. ഓക്കെ, അല്ലേ പിന്നെന്താണ്, ക്രെയിൻ വിളിക്കേണ്ടി വരും. ഓക്കെ ഗൈസ്, അപ്പോൾ അതാണ് നമ്മുടെ ട്രാവലർ കേട്ടോ. അവസാന സംഭവം നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു വെള്ളത്തിൻ്റെയൊക്കെ അവിടെ ആയിട്ടാണ് കിടക്കുന്നത്. ഇച്ചിരി സീനാണ്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ എല്ലാം തപ്പിയിട്ടും ഇവിടെ കൂടെ കയറി ഒന്ന് നോക്കിയിട്ട് അങ്ങ് പോകാനായിരുന്നു. അപ്പോൾ കിട്ടിയില്ലെങ്കിൽ നമുക്ക് പോകാനായിട്ടായിരുന്നു. എന്തായാലും കിട്ടിയിട്ടുണ്ട് സംഭവം. ഓക്കെ, എന്തായാലും ഇനി അവിടെ പോയിട്ട് സ്ക്രാപ്പ് ആയോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് വണ്ടി എടുക്കാനായിട്ട്. ഓക്കെ, എന്തായാലും സ്ക്രാപ്പ് ആയാലും ഇല്ലെങ്കിലും സ്റ്റാർട്ടാവുന്നൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് വണ്ടി ഇവിടെ ആയിട്ട് കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ ക്രെയിൻ വേണം. ഓക്കെ, അതിനായിട്ട് നമ്മൾ SK ക്രെയിനൊക്കെ വിളിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് വരണ്ടേ പുള്ളി ഇങ്ങോട്ട്. കോഴിക്കോടാണിപ്പോൾ ഇത്. അപ്പോൾ നമ്മുടെ അവിടെ നിന്ന് ഇങ്ങോട്ട്, നമ്മുടെ കൊല്ലമാണ് അപ്പുറത്ത്, അവിടെ നമ്മുടെ ജില്ല. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങ് വരെ അവൻ വരണ്ടേ, ഇച്ചിരി സീനാണ്. അപ്പം പെട്ടെന്ന് വരാനായിട്ട് നമ്മൾ ഇപ്പോഴേ വിളിച്ചിട്ടുണ്ട്. സ്റ്റാർട്ടായാലും ആയില്ലെങ്കിലും, കാരണം സ്റ്റാർട്ടായാൽ കുഴപ്പമില്ല, റോഡിലോട്ടൊന്ന് കയറ്റി തന്നാൽ നമ്മൾ ഓടിച്ചുകൊണ്ടങ്ങ് പോവാം. ഇതല്ലെങ്കിൽ പിന്നെ ഇച്ചിരി സീനാണ്. ഫുൾ അഴുക്കൊക്കെ പിടിച്ച് കിടക്കുവാണ്. എങ്ങനെയാണ്, ചളുങ്ങിയിട്ടൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. ഓക്കെ, നല്ല ചളുക്കമൊക്കെ ഉണ്ട് ഫ്രണ്ടിലൊക്കെ, ഈ സൈഡിലൊക്കെ. ജസ്റ്റ് ഒന്ന് ശരിയാക്കി എടുത്താൽ മതി. ലൈറ്റൊക്കെ കണ്ടോ, ഫുള്ള് പൊട്ടി നശിച്ച് കിടക്കുവാണ്. ഈ ഒരു വെള്ളത്തിൽ കിടന്ന് തന്നെ ചെയ്സൊക്കെ തുരുമ്പെടുത്ത് പോയി കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, 1 വർഷമോ 2 വർഷമോ എങ്ങാണ്ടായിട്ട് കിടക്കുവാണ്. ഇത് ട്രാവലർന്ന് എഴുതിയേക്കുന്നതെല്ലാം ചളുങ്ങി പഞ്ചറായി കിടക്കുവാണ് മൊത്തത്തിൽ. ഓക്കെ, എന്തായാലും നമ്മൾ അവരെ വിളിച്ച് പറയട്ടെ 2 ടയർ കൂടെ കൊണ്ടുവരാൻ. ബാക്കിലെ ടയറല്ല, ഫ്രണ്ടിലെ ടയർ ഫുള്ള് പഞ്ചറാണ്, കണ്ടില്ലേ ഇതുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും സ്റ്റാർട്ടാവുമോ നോക്കിയിട്ട് എന്തായാലും എടുത്തുകൊണ്ട് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ അകത്ത് കയറിയിട്ടുണ്ട്. നമ്മൾ ബാറ്ററിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത് വെച്ച് റെഡിയാക്കി. അത് കഴിഞ്ഞ് ഇനി നമ്മുടെ ടയറും കൂടെ വന്നാൽ മതി ഗൈസ്. ഓക്കെ, ടയർ വന്നിട്ട് ഫിക്സ് ചെയ്തിട്ട് വേണം ഇവനെ കെട്ടി വലിച്ച് അപ്പുറത്ത് കൊണ്ടുപോയി ഇടാനായിട്ട്, റോഡിൽ കൊണ്ടിടാനായിട്ട്. എന്നിട്ട് വേണം നമുക്ക് പറ്റുമെങ്കിൽ ഇവനെ ഓടിച്ചുകൊണ്ടങ്ങ് പോവാം. സ്റ്റാർട്ടാവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടാവുമെന്ന്. സ്റ്റിയറിങ് ഫുള്ള് പൊടിയായിരുന്നു, ഇപ്പോൾ നമ്മൾ തുടച്ച് ക്ലീൻ ചെയ്തെടുത്തതാണ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ SK ക്രെയിൻ കാത്തു നിന്ന് നൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും വണ്ടി സ്റ്റാർട്ടൊക്കെ ആവുന്നുണ്ട്. നമ്മൾ നോക്കി, ലൈറ്റൊക്കെ പക്കയായിട്ട് കത്തുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഒന്നുകൂടെ. കണ്ടില്ലേ, സ്റ്റാർട്ടായിട്ടുണ്ട്. ഇതെപ്പോൾ വേണേലും ഓഫായി പോവാം, അത് വേറെ കാര്യം. എന്തായാലും സ്റ്റാർട്ടായിട്ടുണ്ടല്ലോ, അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാനാണെങ്കിലും പറ്റും. എന്തായാലും നമ്മൾ അപ്പുറത്തെ പെട്രോൾ പമ്പിൽ നിന്ന് കുറച്ച് ഡീസൽ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കുറച്ച് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടാകാൻ വേണ്ടിയുള്ളതേ ഉള്ളൂ. ബാക്കി നമുക്ക് പോകുന്ന വഴിയിൽ അവിടെ നിർത്തിയിട്ട് ഫുള്ള് ഡീസൽ അടിച്ചുകൊണ്ട് അങ്ങ് പോവാം. ഫുള്ളൊന്നും വേണ്ട, പകുതി മതി. ഡീസൽ ടാങ്കൊക്കെ ചിലപ്പം ഫ്യൂവൽ ടാങ്കൊക്കെ ചിലപ്പോൾ ലീക്ക് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഡീസൽ വെറുതെ പോകും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇവന്മാർ ക്രെയിനൊന്നും കൊണ്ടുവന്നിരുന്നില്ല ഗൈസ്. എന്തായാലും ഒന്നുകൂടെ വിളിച്ച് നോക്കാം അവന്മാരെ. ഇവനെ കയറ്റി റോഡിലോട്ട് ഇട്ടിട്ട് നമ്മൾ ടയർ മാറ്റിയിട്ട് നേരെ റോഡിലോട്ട് കൊണ്ടിടും. അത് കഴിഞ്ഞ് നേരെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പോകാനാണ് പ്ലാൻ. ഓക്കെ,
കണ്ടില്ലേ ലൈറ്റൊക്കെ അത് ജസ്റ്റ് ബ്ലിങ്കൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ലൈറ്റ് ഓൺ കത്തിക്കുമ്പോഴാണ് വണ്ടി ഓഫായി പോണത്. അതെനിക്ക് തോന്നുന്നു ബാറ്ററിയുടെ സീനായിരിക്കും. ജസ്റ്റ് വണ്ടി ഒന്ന് മുന്നോട്ടേക്ക് ഓടിച്ചിട്ടുണ്ട്. നമ്മുടെ 2 വർഷം ആകുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് മുമ്പാണ് ഒരു ബസ് റീസ്റ്റോർ ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായി. അപ്പോൾ അത് നമ്മൾ റീസ്റ്റോർ ചെയ്ത് ഏകദേശം 4 വർഷമായിട്ട് കാട്ടി കിടക്കുവാണ് ആ വണ്ടി. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ തന്നെ കുറേ ടൈം എടുത്ത് സ്റ്റാർട്ടായി ഞെക്കി ഒരു വിധത്തിൽ നമ്മൾ കൊണ്ടുവന്ന് നമ്മുടെ ഗ്യാരേജിലിട്ടു. അതുപോലൊന്നുമല്ല ഇത് പെട്ടെന്ന് സ്റ്റാർട്ടാവുന്നൊക്കെ ഉണ്ട്. ഏകദേശം ഒരു 10 പ്രാവശ്യം 10 5 അങ്ങാണ്ട് നമ്മൾ സ്റ്റാർട്ടാക്കിയതേ ഉള്ളൂ. അതിന് മുമ്പേ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് പെട്ടെന്ന്. അതുകൊണ്ട് എന്തായാലും നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോവാം. ഓക്കെ, ഇത് ഗൈസ് നമ്മുടെ വണ്ടി ഇവിടെ കുറവുള്ള സ്ഥലമാണ്. മഴയൊക്കെ വരുമ്പോഴേ ഉള്ളൂ. മഴയൊക്കെ പെയ്ത് ഇത് ഫുള്ള് മുങ്ങിയതാണെന്നൊക്കെയാണ് പറയുന്നത്. അതിനുശേഷം ഇപ്പം കുറച്ച് കുറഞ്ഞപ്പം വെള്ളമെല്ലാം കുറഞ്ഞപ്പോൾ നമ്മൾ എടുത്തുകൊണ്ട് പോകാനായിട്ട് വന്നു. എന്തായാലും ഓടുന്നുണ്ടല്ലോ, അപ്പോൾ കുഴപ്പമില്ല. ടയറും പഞ്ചറാണ്. നമുക്ക് എന്തായാലും അവിടെ പോയി ടയറൊക്കെ മാറിയിട്ട് അവിടെ കൊണ്ടുവിടാം. ഓക്കെ, എന്തായാലും ഓടുന്നുണ്ടോ അതുകൊണ്ട് സീനൊന്നും ഇല്ല. നമുക്കെന്തായാലും കൊണ്ടുപോകാം നൈസായിട്ട്. ഇത് കണ്ടില്ലേ, പക്ക നല്ല അടിപൊളി DRLും കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്ന സാധനത്തിൽ. ഓക്കെ, അകത്ത് കത്തുമെന്ന് അറിയത്തില്ല. ടോപ്പ് ലൈറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് വർക്ക് ആവുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ആ ഗ്രില്ലിൻ്റെ അവിടെ ചെറിയൊരു കണ്ണ് പോലെ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കിടിലൊരു സെറ്റപ്പാണ്. ഏതാണ്ട് ഒരു അടിപൊളി ടീംസിൻ്റെ വണ്ടിയാണെന്നാണ് തോന്നുന്നത്. എന്നാലും അവർ ഇത്രയും നാളിത് മറന്നു പോയതാണോ? നമുക്കറിയത്തില്ല. നൈസായിട്ട് എന്തായാലും നമുക്ക് എടുത്തുകൊണ്ട് പോയി. ഇനി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും അവർ മേടിക്കാൻ വന്നാൽ ഞാൻ കൊടുക്കുന്നതല്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോവാം. ഇവിടുന്ന് എന്തായാലും വണ്ടി കയറാൻ പറ്റുന്ന പോലെ സ്ഥലമൊന്നുമില്ല. നേരെ വണ്ടി ചാടി വന്നതാണെന്നാണ് തോന്നുന്നത്. ഏതാണ്ടൊരു പണി കിട്ടി, ഏതാണ്ട് ബ്രേക്ക് ഇല്ലാതോ അങ്ങനെ എങ്ങാണ്ട് വന്നതാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, ലൈറ്റൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ ആ സ്കോർപ്പിയോൺ ആ ഒരു വണ്ടി ഓർമ്മ വരും. കാരണം അതുപോലത്തെ ആ ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ മഹീന്ദ്രയുടെ ആ സ്കോർപ്പിയോൺ വണ്ടിയുടെ അതേ ബാക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, എന്തായാലും ഇവിടുന്ന് നമുക്ക് വണ്ടി കയറ്റാൻ പറ്റത്തില്ല. അവന്മാർ വരുന്നവരെ വെയിറ്റ് ചെയ്യണം. അവന്മാർ ഇവിടെ അടുത്തായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, എന്തായാലും അത്രയും ദൂരം നമുക്ക് കുറച്ച് ദൂരം വണ്ടി ഓടിച്ചുകൊണ്ട് പോവാം. പറ്റുമോയെന്നറിയത്തില്ല. എന്തായാലും പറ്റുന്ന പോലൊക്കെ ഓടിച്ചുകൊണ്ട് പോയി അവിടെ നിർത്താം. അതാകുമ്പം അവന്മാർക്ക് ഇനി വരേണ്ട കാര്യമില്ലല്ലോ. കണ്ടില്ലേ, ലൈറ്റൊക്കെ കത്തുന്നുണ്ട്. പക്ഷേ ലൈറ്റ് കത്തിക്കുമ്പം എൻജിനിലോട്ടുള്ള അത്രയും ഇത് പോകുന്നതുകൊണ്ട് വണ്ടി ഓഫാവുന്നോ എന്നൊരു ഡൗട്ട്. അതാണോ എന്നറിയത്തില്ലേ. ഓക്കെ, അതേ കയറ്റമൊക്കെ കയറുന്നുണ്ട് അടിപൊളിയായിട്ട്. ഓക്കെ, നമ്മുടെ ചെക്കൻ തേണ്ട പോകുന്നു. ഇവനെ നമുക്ക് പണിഞ്ഞ് സെറ്റാക്കി എടുക്കണം. DRLൊക്കെ ഉണ്ട് ഗൈസ് ഇവിടെ. ഓൾറെഡി ഇവൻ നശിച്ച ആയതുകൊണ്ട് തട്ടിയാലും മുട്ടിയാലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ പണിഞ്ഞെടുത്താൽ മതി. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ കുറേ പരിശ്രമത്തിന് ശേഷം വണ്ടി കയറ്റിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ആ വെള്ളച്ചാട്ടമൊക്കെ കണ്ടോ, അതിൻ്റെ അപ്പുറത്തു നിന്നാണ് നമ്മൾ വണ്ടി കയറ്റിയത്. അങ്ങനെ ആണെങ്കിലും കെട്ടി വലിച്ച് നമ്മുടെ SK ക്രെയിൻ തന്നെ വന്നു. അവന്മാർ വലിച്ച് കയറ്റി ഇട്ടിട്ടുണ്ട്. അങ്ങനെ അവന്മാരങ്ങ് എന്തായാലും പോയിട്ടുണ്ട്. ഫുൾ ടാങ്ക് ഡീസലൊക്കെ അവൻ്റെ വണ്ടിയിലും അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. നമ്മുടെ വണ്ടി എന്തായാലും കിടക്കുന്നു. ഡീസലൊക്കെ അടിച്ചിട്ട് നിർത്തിയേക്കുവാണ്. എന്തായാലും നമുക്ക് എടുത്തുകൊണ്ട് പോവാം. ഫുള്ള് പൊടിയും പിടിച്ച് അഴുക്കും പിടിച്ച് നശിച്ച് കിടക്കുവാണ്. പായലൊക്കെ ആയിരുന്നു നമ്മുടെ ബോണറ്റയിൽ. നമ്മളതെല്ലാം തുടച്ച് വൃത്തിയാക്കി. അങ്ങനെ നമ്മളെ വണ്ടി നമ്മൾ പെട്രോൾ ഡീസലൊക്കെ അടിച്ചു. ഫുൾ ടാങ്കൊന്നും അടിച്ചിട്ടില്ല, കുറച്ച് അടിച്ചു. എന്തായാലും നമുക്കിനി വണ്ടി എടുത്തുകൊണ്ട് പോകാം ഗൈസ്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഗ്യാങ്ങിൽ പുതിയൊരാളും കൂടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഹാൻഡ് ബ്രേക്കൊന്നും ഇല്ല ഗൈസ്. നമ്മളോടൊരു കല്ലൊക്കെ എടുത്ത് വെച്ചാണ് വണ്ടി നിർത്തിയിട്ടത്. ഓക്കെ, ഇനി നമ്മുടെ അവിടെ ചെന്നിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നാണ്. ഇനി നമുക്ക് നേരെ ഇപ്പോൾ നൈറ്റ് ആയില്ലേ, നേരെ കൊണ്ട് വീട്ടിലിടാം. കാരണം ഗ്യാരേജിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ വണ്ടി ഇട്ട് കഴിഞ്ഞിട്ട് തിരിച്ച് പോകാനായിട്ട് നമുക്ക് വണ്ടിയൊന്നുമില്ല. നമ്മൾ ലൈറ്റ് ഓൺ ചെയ്യുന്നില്ല. കാരണം ലൈറ്റ് ഓൺ ചെയ്താൽ ചിലപ്പോൾ ഇവൻ ഓഫായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഗ്യാരേജിൽ ഇപ്പോൾ കൊണ്ടുപോകുന്നില്ല, നമ്മുടെ വീട്ടിൽ കൊണ്ടിടാം. കാരണം ഗ്യാരേജിൽ കൊണ്ടിട്ടിട്ട് ഈ നൈറ്റ് ടൈമിൽ തിരിച്ചു വരാൻ എനിക്ക് വേറെ വണ്ടിയില്ല. ഓക്കെ ഗൈസ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ബൈ.